നല്ല വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. ഈ ടൈമിലൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത് ചതച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഓയിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഫിഷാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിരിച്ചും മറിച്ചിട്ടിട്ട് ഈ മസാലയൊക്കെ മുകളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ടൈമിൽ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി എല്ലാം ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.